കുറച്ച് ചെറിയ വലിയ കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ വരുന്നത്. നമ്മുടെ ജീവിതത്തിൽ അത്യാവശ്യമായിട്ട് നമുക്ക് വേണ്ട കുറച്ച് കാര്യങ്ങളാണ്. അതിലേറ്റവും അത്യാവശ്യമുള്ളത് നന്മയുണ്ടായിരിക്കുക, അറിവുണ്ടായിരിക്കുക, നന്ദി ഉണ്ടായിരിക്കുക, അതോടൊപ്പം തന്നെ ബഹുമാനം. ഇത്രയും കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ നമ്മളിൽ ഓരോരുത്തർക്കും ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് പോകും. ഇതിലാദ്യമായിട്ട് വേണ്ടത് നമ്മുടെ മനസ്സിൽ നന്മയുണ്ട്. നന്മയുണ്ടെങ്കിൽ നമുക്ക് എവിടെയും നമ്മൾ തോൽക്കില്ല. കാരണം നന്മയുള്ള മനസ്സിന് തോൽവിയില്ല. ഒരു പ്രശ്നം വരുമ്പോൾ നമ്മൾ ആ നന്മയുടെ കൂടെ നിൽക്കുവാണെങ്കിൽ ഏതൊരു പ്രശ്നം, സത്യം, നന്മ, ഇതൊക്കെ ഒരു കാര്യത്തിൻ്റെ പല മുഖങ്ങളാണ്. അപ്പോൾ ഒരു പ്രശ്നം വരുമ്പോൾ നമ്മൾ എവിടെയാണോ സത്യം എന്നുള്ളത് നമ്മൾ തിരിച്ചറിയുക. ആ സത്യത്തിൻ്റെ കൂടെ മാത്രം നിൽക്കുക. ചിലരുണ്ട് ഒരു പ്രതിസന്ധി വരുമ്പോൾ സത്യത്തിൻ്റെ വഴി എന്നും ഇങ്ങനെ ഞാരമാണ്. അപ്പോൾ ഈ ഇടുങ്ങിയ വഴി കൂടെ പോകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആൾക്കാരെന്ത് ചെയ്യും? അതങ്ങ് മറക്കും. എന്നിട്ട് അവർ സത്യത്തിൽ നിന്ന് വ്യതിചലിച്ച് അവർ തിന്മയുടെ പാതയിലേക്ക് പിന്തുടരും. അങ്ങനെ ആയിക്കഴിയുമ്പോൾ അവിടെ സത്യം വരികയാണ്. പക്ഷേ നമ്മൾ എത്ര ഇടുങ്ങിയ വഴിയാണെങ്കിലും സത്യത്തിലൂടെ ഒന്ന് മുന്നോട്ട് പോയി അന്തിമ വിജയം നമുക്ക് മാത്രമായിരിക്കും. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും നമ്മുടെ മനസ്സിലെ നന്മയും സത്യം കൈവിടാതിരിക്കുക. പിന്നെ വേണ്ടത് നമുക്ക് അറിവാണ് വേണ്ടത്. ഏതൊരു കാര്യത്തെക്കുറിച്ച് നമുക്ക് അറിവുണ്ടായിരിക്കുക. അറിവുണ്ടാകാൻ നമുക്ക് വിദ്യാഭ്യാസം അല്ല വേണ്ടത്. വിദ്യാഭ്യാസമുള്ള ഒരുപാട് പേര്, ഒരു വിവരമില്ലാത്ത ആൾക്കാരെ നമുക്കറിയാം. കാരണം വിദ്യാഭ്യാസം അറിവിൻ്റെ ഒരു മാനദണ്ഡമാണെന്ന് നമുക്കൊരിക്കലും വിശ്വസിക്കാൻ പറ്റത്തില്ല. കാരണം നമ്മൾ സമൂഹത്തിൽ കണ്ടുവരുന്ന അങ്ങനെയാണ്. ഒരുപാട് ഡിഗ്രികളെല്ലാം എടുത്തിട്ട് പക്ഷേ അവർക്ക് ഒരു ജീവിതത്തെക്കുറിച്ച് ഒരു കാഴ്ചപ്പാടോ അല്ലെ ഒരു അറിവോ ഉള്ളതായിട്ട് നമുക്ക് തോന്നാറില്ല. ഒരു അറിവെന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ മറ്റുള്ളവരെ മനസ്സിലാക്കുക, മറ്റുള്ളവരുടെ മൈൻഡ് അറിയുക, അവരെങ്ങനെയാണ് അവരുടെ ഓരോ അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ അവരോടൊപ്പം നിൽക്കുക. അല്ലെങ്കിൽ അവർക്കൊരു പ്രശ്നം വരുമ്പോൾ നമുക്കൊരു പ്രശ്നം പരിഹാരമായിട്ട് അവരുടെ കൂടെ നിൽക്കാൻ കഴിയും. ഇതൊക്കെയാണ് അറിവിൻ്റെ ലക്ഷണം. അല്ലാതെ കുറേ വായിച്ച് പഠിച്ച് കാണാപ്പാഠം പഠിച്ചൊരു ജോലി നേടിയത് കൊണ്ട് നമ്മൾ വിദ്യാഭ്യാസം കൊണ്ട് നമ്മൾ അറിവുണ്ടെന്ന് പറയാൻ നമുക്ക് പറ്റത്തില്ല ഒരിക്കലും. പിന്നെ നമുക്ക് വേണ്ടത് ബഹുമാനമാണ്. ഏതൊരു വ്യക്തിക്കും ബഹുമാനം മറ്റുള്ളവരോടുണ്ടായിരിക്കണം. നമ്മൾ കൊടുക്കുന്നതേ നമുക്ക് തിരിച്ചു കിട്ടുള്ളൂ. അപ്പം നമ്മൾ ബഹുമാനം കൊടുത്താൽ മാത്രമേ നമുക്ക് ബഹുമാനം തിരിച്ചു കിട്ടത്തുള്ളൂ. അല്ലാതെ നമ്മൾ ചുമ്മാ മറ്റുള്ളവരോട് എന്താണോ നമുക്കറിയാലോ, ഒരു റബ്ബർ പന്ത് നമ്മൾ എറിഞ്ഞു വിട്ടാൽ തിരിച്ച് നമ്മുടെ അടുത്തേക്ക് വരുന്ന പോലെ തന്നെയാണ് നമ്മുടെ പ്രവൃത്തി. നമ്മൾ എന്താണോ കൊടുക്കുന്നത് അതായിരിക്കും നമുക്ക് തിരിച്ചു കിട്ടുക. അപ്പം നമ്മളെല്ലാവരെയും ബഹുമാനിക്കുക. നമ്മളെക്കാൾ താഴെയുള്ളവരായിക്കോട്ടെ മുകളിലുള്ളവരായിക്കോട്ടെ നമ്മൾ ബഹുമാനിക്കുക എന്നുള്ളത് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. പക്ഷേ ബഹുമാനം വേണം. ആരെയും ഭയപ്പെടരുത്. അത് നമുക്കൊരിക്കലും ഗുണം ചെയ്യല. ഭയം എന്നുള്ളത് നമ്മുടെ ഉയർച്ചയും നമ്മുടെ ഉന്നതിയും നമ്മുടെ മനസ്സിനെയും പുറകോട്ട് വലിക്കുന്ന ഏറ്റവും വലിയ ഒരു ശക്തിയാണ്. നമുക്കൊരിക്കലും ഭയമരുത്. നമ്മൾ നന്മ ചെയ്യുന്ന ഒരു വ്യക്തിക്ക്, അല്ല സത്യസന്ധമായി ജീവിക്കുന്ന ഒരാൾക്ക് ഭയത്തിൻ്റെ ആവശ്യമേ ഇല്ല. അപ്പം ബഹുമാനിക്കുക എന്നാൽ ഭയപ്പെടാതിരിക്കുക. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പം പിന്നെ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ അലസത, ഉദാസീനത, മടി, ഇവ നമ്മൾ ഒഴിവാക്കുക. നമുക്കെല്ലാവർക്കും ഏറ്റവും കൂടിയ ഒരു കാര്യമാണ് മടി എന്നുള്ളത്. രാവിലെ എണീക്കാൻ എന്തോ ഒരു മടിയാണ്. അലാറം വെച്ചിട്ട് നമ്മൾ വേണമെങ്കിൽ ഓഫാക്കിയിട്ട് വീണ്ടും കിടന്ന് പുതച്ച് മൂടി കിടക്കുക. അതുപോലെ തന്നെ എന്തെങ്കിലും ഇന്ന് ചെയ്യേണ്ട കാര്യം നാളെ ആട്ടെ എന്നാൽ പിന്നെ ആട്ടെ എന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ വെച്ചുകൊണ്ടിരിക്കും. ഇങ്ങനെയാണ് നമ്മുടെ ലൈഫ് ഇങ്ങനെ സ്പ്ലിറ്റായി പോകുന്നത്. നമ്മളെപ്പോഴും ഒരു കാര്യം നമ്മൾ തീരുമാനിച്ചാൽ അത് എത്ര വൈകിട്ടാണെങ്കിലും നമ്മൾ ആ കാര്യം നടപ്പാക്കുക. നാളെ എന്ന കാര്യത്തിൽ നമ്മൾ വെക്കാതിരിക്കുക. നാളെ എന്നു നമ്മുടെ മുന്നിൽ ഉണ്ടോയെന്ന് പോലും നമുക്കറിയത്തില്ല. അപ്പം ചെയ്യേണ്ട കാര്യങ്ങൾ ഇന്ന് തന്നെ ചെയ്തു തീർക്കുക. മടി ഇല്ലാതിരിക്കുക. അലസന്മാരെ കണ്ടുപിടിക്കുന്ന ഇത് പറഞ്ഞപ്പോഴാണ് ഞാൻ കഥ ഓർമ്മ വന്നത്. ഒരു രാജ്യത്ത് ഒരുപാട് അലസന്മാരുണ്ട്. അപ്പോൾ ഏറ്റവും വലിയ അലസന് സമ്മാനം കൊടുക്കാമെന്ന് പറഞ്ഞ് രാജാവ് പ്രഖ്യാപിച്ചു. ആ രാജ്യത്തുള്ള അലസന്മാരെ എല്ലാം കൂടെ പിടിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരു നോട്ടീസ് വെച്ചപ്പോൾ അവിടെയുള്ള അലസന്മാരെല്ലാം കൂടെ വന്ന് ഭക്ഷണം കഴിക്കാൻ എല്ലാവരും കൂടിയിരുന്നു. കുറേ പേര് ഭക്ഷണം കഴിച്ചു, കുറച്ച് പേര് കഴിക്കാതിരുന്നു, കുറേ പേര് ഇറങ്ങി വരാതെ കസേര തന്നെ ഇരിക്കുവാണ്. അപ്പം ഇവർക്ക് മനസ്സിലായി, രാജാവിന് മനസ്സിലായി ഈ അലസൻ എന്ന് പറഞ്ഞാൽ 4 പേര് അനങ്ങിയിട്ടേ ഇല്ല. 2 കിടന്നുറങ്ങുന്നു, 2 ചുമ്മാ അവിടെ കുത്തിയിരിക്കുന്നു. അപ്പോഴത്തേനും ചോദിച്ചു, നിങ്ങളെന്താ ഭക്ഷണം കഴിക്കുന്നത്? ഞങ്ങൾ അലസന്മാർ, ഞങ്ങൾക്ക് ഭയങ്കര മടിയാണ്, അതുകൊണ്ട് ഞങ്ങൾ കഴിക്കാത്തതെന്ന് പറയും. അപ്പം നിങ്ങൾക്കാണല്ലോ ഞങ്ങൾ സമ്മാനം തരേണ്ടത്, ഏറ്റവും വലിയ അലസനെ ഞങ്ങൾ കണ്ടുപിടിക്കുന്നത്, ഏറ്റവും വലിയ മടിയനെ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അയ്യോ ഞങ്ങൾ അത്ര വലിയ അലസന്മാരൊന്നും വരെ, ഞങ്ങൾ ഇവിടം വരെ എത്തിയല്ലോ, അവിടുന്ന് രാജാവ് വിളിച്ച സ്ഥിതിക്ക് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇവിടം വരെ വന്നു. അപ്പം ഞങ്ങൾക്ക് അത്ര വലിയ അലസതയും മടിയൊന്നും ഇല്ലല്ലോ. അപ്പം ഞങ്ങളെക്കാട്ടി വലിയ അലസന എൻ്റെ വീട്ടിൽ ഇരിക്കുന്നതെന്ന് പറയുന്നു. നിങ്ങളെക്കാട്ടി വലിയ അലസനോ? അതാരാ? അപ്പം അതെൻ്റെ അച്ഛനാണെന്ന്. അപ്പം പറഞ്ഞ് അച്ഛനോ?
അച്ഛൻ വരാതെ മടി പിടിച്ച് വീട്ടിൽ ഇരിക്കുമെന്ന് പറഞ്ഞു. അലസന്മാർക്കുള്ള സമ്മാനം കിട്ടുമെന്ന് അറിഞ്ഞിട്ട് ഒരു അച്ഛനെ മടി പിടിച്ച് അലസതയോടെ വീട്ടിൽ കുത്തിയിരിക്കുമെന്ന് പറഞ്ഞു. അപ്പോഴത്തേനും പറഞ്ഞു എന്നാൽ നമുക്കന്ന് അവിടെ പോയി കാണാം, അച്ഛൻ ഇങ്ങോട്ടൊന്നും വരത്തില്ല, നിങ്ങൾ അവിടെ പോയി കാണണമെന്ന് പറഞ്ഞു. എങ്കിൽ നമുക്ക് അവിടെ പോയി കാണാമെന്ന് പറഞ്ഞുകൊണ്ട് ഈ രാജാവും പരിവാരങ്ങളും അച്ഛനെ കാണാൻ വേണ്ടി അവിടെ ചെന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എന്തി അച്ഛൻ? അപ്പം പറഞ്ഞു ആ മരത്തിൻ്റെ മേളിൽ ഇരിപ്പുണ്ടെന്ന് പറഞ്ഞു. മരത്തിൻ്റെ മേളിലോ? അതിന് അച്ഛൻ മരത്തെ കയറിയിരിക്കുന്നത്, ഈ അലസ മരത്തെ കയറാവോ? അപ്പോൾ ചോദിച്ചു അച്ഛനെ നിങ്ങളവിടെ പോയി നോക്കാൻ പറഞ്ഞു. അങ്ങനെ നോക്കിയപ്പോൾ ഒരു മരത്തിൻ്റെ കൊമ്പത്തിരിക്കുമോ ഈ അച്ഛന്. അപ്പം ചോദിച്ചു ഇത്രയും അലസതയും മടിയനുമായിട്ട് ആൾ ഈ ഇതേ കയറാനുള്ള ഇതുണ്ടോയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതല്ല രാജാവേ, അങ്ങനല്ല, ഇവിടെ ഒരു മരം നട്ടു, അതിൻ്റെ ചുവട്ടിൽ അച്ഛൻ ഇരിക്കുമായിരുന്നു, ആ മരം വളർന്ന് അച്ഛനെയും കൊണ്ട് മരത്തിൻ്റെ മണ്ടയിലായതാണ്. അത്രയധികം അലസന്മാരുള്ള ഒരു സ്ഥലമായിരുന്നത് എന്ന് പറഞ്ഞ പോലെ നമ്മുടെ മനസ്സിലും ഇതുപോലെ നമ്മളും ഒരു മരമായി വളരാൻ, മരത്തിൻ്റെ മേളിൽ കയറാൻ, നമ്മുടെ അലസതകളെല്ലാം മാറ്റിയിട്ട് നമ്മൾ നമ്മുടേതായിട്ടുള്ള കർമ്മ മണ്ഡലത്തിൽ ഇറങ്ങാൻ, നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ അതാത് ദിവസങ്ങളിൽ ചെയ്യുക, ഒന്നും പെൻഡിങ്ങിൽ വെക്കാതിരിക്കുക, ഓരോരോ കാര്യങ്ങൾ നല്ല രീതിയിൽ തന്നെ ചെയ്ത് മുന്നോട്ട് പോവുക. മടി എന്നുള്ളതും അലസ എന്നുള്ളതും എടുത്ത് ദൂരെ കളയുക. എന്നിട്ട് നമ്മളെല്ലാവരും നന്മയുള്ളവരാകുക, മറ്റുള്ളവരെ ബഹുമാനിക്കുക, നല്ല നല്ല കാര്യങ്ങൾ ഓരോ ദിവസവും നമ്മൾ ചിന്തിക്കുക. അറിവും തിരിച്ചറിവും ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ വിദ്യാഭ്യാസം അറിവിൻ്റെ അല്ല, ഈ ലോകപരിചയം തിരിച്ചറിവിൻ്റെയും വിദ്യാഭ്യാസം അറിവിൻ്റെയാണ്. അത് നിങ്ങൾ മനസ്സിലാക്കുക. വീഡിയോ നീണ്ടു പോകുന്നു, അതുകൊണ്ട് തൽക്കാലം നമുക്ക് ഇവിടെ നിർത്താം. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരേക്ക് നിങ്ങളുടെ സ്വന്തം മായ സുരേഷ്. ബൈ ബൈ, സി യു.